ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ക്വിസ് മാസ്റ്റർ RMGയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും കുറച്ച് രസകരമായ കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? തുടങ്ങിയാലോ? ചോദ്യം 1. മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർപകുതിയാക്കിയാൽ 2 അക്കങ്ങൾ കിട്ടും. അതിൽ ഒരക്കം മറ്റേ അക്കത്തിൻ്റെ നേർപകുതിയാണെങ്കിൽ മലയാള അക്ഷരം ഏതാണ്? മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർപകുതിയാക്കിയാൽ 2 അക്കങ്ങൾ കിട്ടും. അതിൽ ഒരക്കം മറ്റേ അക്കത്തിൻ്റെ നേർപകുതിയാണെങ്കിൽ മലയാളം അക്ഷരം ഏതാണ്? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം O എന്ന അക്ഷരമാണ്. 6ഉം 3ഉം. ചോദ്യം 2. സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നത് ആരാണ്? സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നത് ആരാണെന്നാണ് ചോദ്യം. ആരായിരിക്കും കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം കുഴിയാനയാണ്. ചോദ്യം 3. ചെങ്കുപ്പായമിട്ട് വഴിവക്കിൽ വാ പൊളിച്ച് നിൽക്കുന്ന ഈ ഞാൻ ആരാണ്? ചെങ്കുപ്പായമിട്ട് വഴിവക്കിൽ വാ പൊളിച്ച് നിൽക്കുന്ന ഈ ഞാൻ ആരാണ്? ആരായിരിക്കും കൂട്ടുകാരെ? ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം തപാൽ പെട്ടിയാണ്. ചോദ്യം 4. പുറം മുള്ള് അകം പൊന്ന്, പൊന്നു തിന്ന് വെള്ളി തുപ്പിക്കളയും എന്താണ്? പുറം മുള്ള് അകം പൊന്ന്, പൊന്നു തിന്ന് വെള്ളി തുപ്പിക്കളയും എന്താണ്? എന്തായിരിക്കും കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം അയണിച്ചക്കയാണ്. ചോദ്യം 5. സ്കൂളിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്കൂളിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതായിരിക്കും ആ സംസ്ഥാനം? ഉത്തരം കിട്ടിയ കൂട്ടുകാർ ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം UP, ഉത്തർപ്രദേശ്. ചോദ്യം 6. ഭൂമിയിൽ മനുഷ്യർ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ മാൻ ഏതാണ്? ഭൂമിയിൽ മനുഷ്യർ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ മാൻ ഏതാണ്? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം നീതിമാനാണ്. ചോദ്യം 7. കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുമണികൾ. കാവൽ ഇല്ലാത്ത കൊട്ടാരത്തിൽ കണക്കിലില്ലാത്ത മുത്തുമണികൾ. എന്തായിരിക്കും ഉത്തരം? ഉത്തരം കിട്ടിയ കൂട്ടുകാരെ ആലോചിച്ച് നോക്കൂ. ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം നക്ഷത്രങ്ങളാണ്. ചോദ്യം 8. കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ കല്യാണം നടക്കുന്നു. എല്ലാ മൃഗങ്ങളും കല്യാണത്തിന് പോയി. മുയലിന് കല്യാണത്തിന് പോകണമെങ്കിൽ ഒരു പുഴ കടക്കണം. പുഴയിലാണെങ്കിൽ നിറയെ മുതലകളും മുതലക്കുഞ്ഞുങ്ങളും. അങ്ങനെയാണെങ്കിൽ മുയൽ എങ്ങനെ കല്യാണത്തിന് പോകും? കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ കല്യാണം നടക്കുന്നു. എല്ലാ മൃഗങ്ങളും കല്യാണത്തിന് പോയി. മുയലിന് കല്യാണത്തിന് പോകണമെങ്കിൽ ഒരു പുഴ കടക്കണം. പുഴയിലാണെങ്കിൽ നിറയെ മുതലകളും മുതലക്കുഞ്ഞുങ്ങളും. അങ്ങനെയാണെങ്കിൽ മുയൽ എങ്ങനെ കല്യാണത്തിന് പോകും എന്നാണ് ചോദ്യം. ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. എല്ലാ മൃഗങ്ങളും കല്യാണത്തിന് പോയി. മുതലയും കുടുംബവും കല്യാണത്തിന് പോയല്ലോ. അപ്പോൾ മുയലിന് പേടിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ചോദ്യം 9. മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മരങ്ങൾക്കും ഉള്ളത് എന്താണ്? മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മരങ്ങൾക്കും ഉള്ളത് എന്താണ്? എന്തായിരിക്കും കൂട്ടുകാരെ? ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം ശരീരമാണ്. ചോദ്യം 10. മലയാളികളെ കാണുമ്പോൾ ഉപയോഗിക്കുന്ന കാരം ഏതാണ്? മലയാളികൾ
മലയാളികളെ കാണുമ്പോൾ ഉപയോഗിക്കുന്ന കാരം ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും ആ കാരം? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം നമസ്കാരമാണ്. ചോദ്യം 11. നമ്മൾ ജനിക്കുമ്പോൾ ഇതില്ല, അത് കഴിഞ്ഞാൽ ഇത് മരണം വരെ കൂടിക്കൊണ്ടേയിരിക്കും. എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ ഇതില്ല, അത് കഴിഞ്ഞാൽ ഇത് മരണം വരെ കൂടിക്കൊണ്ടേയിരിക്കും. എന്താണ്? എന്തായിരിക്കും കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ. ഉത്തരം എന്താണെന്ന് നോക്കൂ. ഉത്തരം വയസ്സാണ്. ചോദ്യം 12. തലയില്ലാതെ തൊപ്പി വച്ചിരിക്കുന്നത് ആരാണ്? തലയില്ലാതെ തൊപ്പി വച്ചിരിക്കുന്നത് ആരാണ്? ആരായിരിക്കും കൂട്ടുകാരെ? ഉത്തരം കിട്ടിയ ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം കുപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. പുതിയ ഒരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.